ഇത് കൊള്ളാം, കാണാൻ കൊള്ളാം. എന്റെ കുറുപ്പേട്ട മീൻ നോക്കി മേടിക്കാൻ പോലും അറിയില്ല. ചേച്ചി പിടിച്ചേ ഇങ്ങോട്ടാണ്. ആദ്യം എന്താ ചെകിള പൊളിച്ചിങ്ങനെ നോക്കണം. എന്നെയല്ല ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ നോക്കി പഠിക്കട്ടെ മനുഷ്യ. നോക്കി എന്നിട്ടെന്താ മീൻകാരനോട് ചോദിക്കണം, ചേട്ടാ ഈ മീൻ നല്ലതാണോ എന്ന് ചോദിക്കണം. അപ്പൊ പുള്ളി പറയും നല്ലതാണെന്ന് പറയും. അപ്പൊ പിന്നെ കണ്ണും പൂട്ടി സാധനം മേടിച്ചോണ്ട് വീട്ടിലേക്ക് പോകണം. എന്നാ പിന്നെ ആദ്യം അയാളോട് അങ്ങ് ചോദിച്ചാ പോലെ. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല കുറുപ്പേട്ടന്. ഇനി ചേച്ചി നമ്മൾ ഈ ചെകിളയൊക്കെ പൊളിച്ച് മീൻകാരനോട് ചോദിക്കുമ്പോ അയാൾ വിചാരിക്കും നമുക്കെന്തോ വലിയ തേങ്ങ അറിയാന്ന്. അപ്പൊ അയാള് സത്യവും പറയും, നല്ല മീനും കിട്ടും. അത് ശരിയാ. പക്ഷെ എന്റെ നായർക്ക് തീരെ ബുദ്ധി കുറവാ ശ്രീകുമാറെ. നിന്റെ അമ്മയുടെ നായർക്കാ ബുദ്ധി കുറവ്. ആ ചേച്ചി ഇതാ ഇതിന്ന് ഒരു 2 എണ്ണ എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു 3-4 മാങ്ങാത്തോളും കൂടി ഇട്ട് അരച്ചൊരു വെപ്പ് വെച്ചാണ്ടല്ലോ. ദേ കുറുപ്പേട്ട നിലത്ത് നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ മനുഷ്യൻ നിലത്തല്ല നിൽക്കുന്നത്. അത് സാധനം അടിച്ചിട്ടല്ലേ. അപ്പൊ മൊയ്തീനെ അയില 4 സ്ഥിരം പറ്റ്. ആയിക്കോട്ടെ. പോട്ടെ കുറുപ്പേട്ട. പറയുന്ന കേട്ടിട്ട് കൊതിയായിട്ട് വയ്യ. എന്ത് ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. പെണ്ണുങ്ങള് ചെയ്യേണ്ട വീട്ടു ജോലിയൊക്കെ ചെയ്ത് അവന്റെ നടത്ത പോലും പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയി. നോക്കടി നോക്ക്, പെണ്ണുങ്ങളെ പോലെ അല്ലേ. അസൂയ, മൂത്ത അസൂയ. ആ വിരിഞ്ഞുള്ള നടപ്പൊന്ന് നോക്കി. ആരും ഒന്ന് നോക്കി പോവും. വീട്ടിൽ പോടി, ഞാൻ മീൻ മാച്ചോണ്ട് വന്നോളാം. അയ്യോ പണ്ടാറടങ്ങാൻ, ഇത് ചീഞ്ഞാന്ന് തോന്നുന്നു. ഈ മീൻ മേടിക്കുമ്പോ നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയാൻ എന്താ ഒരു മാർഗം? അയ്യോ ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ മുമ്പിൽ കിടന്ന് വിളിക്കായിരുന്നു, ആര് കേൾക്കാൻ. അതെ, സുജയില്ലാത്തപ്പോ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. സുജ ഉള്ളപ്പോ വരുന്നതേ എനിക്കും ഇഷ്ടല്ല. ശരി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത് പറയട്ടെ. കൊഞ്ചിയാ, നീ കാര്യം എന്താ വെച്ചാ പറയടി. അതെ, ഈ ബ്ലൗസിന്റെ കക്ഷ ഒന്ന് അടിച്ചു തരാമോ? ഒന്ന് തയ്ച്ച ചേട്ടാ. അതെ, ഞാൻ ഈ ഓസിനുള്ള തുന്നൽ പണി നിർത്തി. അല്ലാതെ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. നീ കക്ഷം തയ്ക്കാൻ വേറെ ആളെ നോക്ക്. ചേട്ടാ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടി. ശരി, കൊണ്ടുവാ. ഇതിലല്ല, അപ്പുറത്തെ കൂടെ വാ. പോ പോ പോ, ഇവളെന്റെ കുളി തെറ്റിക്കും. പൊന്നോ, ഇതിലും ഭേദാ മീനായിരുന്നു. നിനക്ക് വല്ലപ്പോഴും അലക്കി കൂട്ടിയത്. ഓ പിന്നെ അലക്കാനിട്ട് ഇങ്ങനെ. അപ്പൊ അലക്കിയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ തുണിക്കൊന്നും അലയിൽ ഒരു ഈടും ഇല്ല ഏട്ടാ. ഒന്ന് വെയിലത്തിട്ടാ മതി. നിന്റെ കെട്ടിയോൻ ചന്ദ്രൻ വിളിക്കാറില്ലേ ദുബായിന്ന്? ഓ ഉവ്വ. അത് പറയുമ്പോ നിനക്ക് എന്താടി ഒരു ഉത്സാഹക്കുറവ്? അതെ, ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ ചേട്ടാ, ഫോണിലൂടെ. ഓ ഓക്കെ, ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പോ. അതെ, എന്റെ ഒരു സാരിയുടെ മാച്ചിങ് ബ്ലൗസിന്റെ തുന്നൽ വിട്ടുപോയി. ദേ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവരട്ടെ. മുറിച്ച് കാട്ടിക്കളയും ഞാൻ. കൊണ്ടുപോടി വിടുന്നു.